കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്, എനിക്ക് നാണമില്ലേ? രേണുസുതി കഴിഞ്ഞ ദിവസം ശാന്തി വിളതിന് ശേഷം രേണുസുതിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് രേണുസുതി ദുബായി പോയിട്ട് വളരെ മോശമായിട്ടാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ രേണുസുതി കേസ് കൊടുക്കുവാണെങ്കിൽ ഇയാൾ അകത്ത് കിടക്കും. കാരണം അത്ര മോശമായിട്ടാണ് രേണുസുതിയെ കുറിച്ച് സംസാരിക്കുന്നത്. ഇയാളുടെ ഈ തെളിവുണ്ടെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില്. സത്യം പറയുവാണെങ്കിൽ ഈ കാലത്ത് എന്തെങ്കിലും ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കരുത്. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടിമയായിക്കോണം. അതായത് എവിടെ വെച്ച് അവരെ കണ്ടാലും നമുക്ക് മിണ്ടാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണെങ്കിലും അവരോട് മിണ്ടിക്കോണം. രേണുസുതിക്ക് വീട് കൊടുത്താൽ പുള്ളി പറയുന്നത് എന്റെ കയ്യിൽ വാങ്ങിച്ചെടുത്തിട്ട് എന്നോട് സംസാരിക്കുന്നില്ല, എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്നാണ്. ഇപ്പൊ സഹായിക്കുന്നതിന് ക്രെഡിറ്റ് വേണ്ട ആൾക്കാർ സഹായിക്കാൻ പോരുത്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു നടക്കരുത്. കാരണം നമ്മളത് സഹായിച്ചു, പിന്നെ നമ്മൾ നമ്മുടെ വഴി നോക്കിക്കണം. ഇപ്പൊ സഹായിച്ച ആളുകളുടെ അടിമയാകണം, അവർ പറയുന്ന പോലെ ജീവിക്കണം, അവരെ എപ്പോഴും റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മൾ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവരെ സഹായിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോഴത്തേനും നമുക്കൊരു സന്തോഷം ഉണ്ടാവും. കാരണം നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്തു, അതൊരു പുണ്യപ്രവൃത്തിയാണ്. അതിന്റെ പേര് പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്താനോ അവരെ കളിയാക്കാനോ പോരുത്. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. രേണുസുതി ദുബായി പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഡാൻസ് കളിച്ചെന്നാണ് പറയുന്നത്. ഇയാളുടെ അതിനുള്ള തെളിവുണ്ട്. ഇയാളുടെ ഫ്രണ്ട് ഇയാളെ വിളിച്ചിട്ട് അതിനുള്ള തെളിവൊക്കെ ഇയാളുടെ കൊടുത്തെന്നാണ് പറയുന്നത്. ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല. അവരെന്തെങ്കിലും കാണിക്കട്ടെ. ഇയാളുടെ ഫാമിലിയിലുള്ള ആരും അല്ല രേണുസുതി, ഇയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും അല്ല. പിന്നെ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വളരെ മോശമാണ് ഒരു സ്ത്രീയെ കുറിച്ചൊക്കെ ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് പറയുന്നേ. അതായത് ഇയാൾ നേരിട്ട് കണ്ട കാര്യമൊന്നുമല്ല, ഒരാൾ ഇയാളെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇയാൾക്ക് പറയേണ്ട റൈറ്റ് ഇല്ല. കാരണം അവരുടെ ഫാമിലി നോക്കിക്കോളും. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതെടുത്തിട്ട് ഇങ്ങനെ കിടന്ന് വിളമ്പേണ്ട ആവശ്യമില്ല. രേണുസുതി ബാറിൽ പോയി ഡാൻസ് കളിക്കുന്ന വീഡിയോ എന്ന് പറയുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വന്നിരുന്നു. കാരണം അത്രയും മോശമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. സിനിമാ നടിമാരെ അതിലും കൂടുതൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രയൊന്നും അതില്ല. ആ വീഡിയോയെ കുറിച്ചാണ് ഇയാൾ പറഞ്ഞത്. സത്യം പറയുവാണെങ്കിൽ ഇയാൾ ഓർത്ത് അതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നില്ലെന്നാണ്. ഇയാൾ പഴയൊരു സിനിമാ നടനാണ്. ഇയാൾക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണ്ടേ? അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നേ. സത്യം പറയുവാണെങ്കിൽ കണ്ട പെണ്ണുങ്ങളുടെ ഗോസിപ്പ് ഇറക്കിയിട്ട് ജീവിക്കേണ്ട ഗതികളാണെന്ന് ഞാൻ ഇതുവരെ ഓർത്തിട്ടില്ല. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനെ നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. സത്യം പറയുവാണെങ്കിൽ തൊലി ഉരുന്നാണ് ഇതൊക്കെ കേട്ടിട്ട്. ഇയാൾ പറഞ്ഞ ആരെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പഴയ ഫേമസ് ആയിട്ടുള്ള ഒരു ആങ്കറാണ്. ഇപ്പൊ അവർ ഫീൽഡിലില്ല. അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അവർ ദുബായി പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നടന്ന് അങ്ങനെ അവരുടെ വീഡിയോ ലീക്കായി എന്നൊക്കെയാണ് പറയുന്നത്. അതല്ല രസം, വേറൊരു കാര്യം കൂടി ഇയാൾ പറയുന്നുണ്ട്. ഒഴിവു സമയങ്ങളിൽ ഇയാൾക്ക് കാണാനായിട്ട് ആ വീഡിയോ ഒക്കെ ഇയാളുടെ ഫ്രണ്ട് അയച്ചു കൊടുക്കുന്നുണ്ടെന്ന്. എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് ഇയാൾ കുറ്റം പറയുന്നത്. അതൊക്കെ കണ്ട് രസിച്ചിട്ട് ഒഴിവു സമയങ്ങളിൽ ഇയാൾ അതിനെ കുറ്റവും പറയും. സത്യം പറയുവാണെങ്കിൽ ഇയാളെ പറഞ്ഞിട്ടും കാര്യമില്ല. കൊതുകിനും ഇല്ലേ കൃമികടി. ഇയാൾക്ക് പറ്റിയ പണി ഇതൊന്നുമല്ല. മാസികയിലൊക്കെ പോയി ഗോസിപ്പ് എഴുതുന്നതാണ്. അതായത് ഇപ്പൊ ആ ട്രെൻഡ് നടക്കത്തില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുപോയി എഴുതി വെച്ചാലും ആരും വാങ്ങിക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ബോധമുണ്ട്. പണ്ട് ഇറങ്ങുമായിരുന്നു. ഇപ്പൊ ഈ രീതിയിലൊക്കെ പറയാൻ നോക്കുവാണെങ്കിൽ വല്ല പോലീസും പിടിച്ചിട്ട് അകത്തിടും. ആറാട്ടനെയൊക്കെ പിടിച്ചിട്ടാ കണ്ടില്ലേ? അതേ രീതി തന്നെയാണ് ഇയാൾ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇയാൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഭവം അല്ല ഇത്. ഭാഗ്യലക്ഷ്മിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് ഇയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില് എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ഏജന്റുമാരെന്നൊക്കെ പറയുമ്പോഴത്തേനും ഇയാൾ എന്താണ് പറയാൻ വരുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം ഇയാൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സ്ത്രീയെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്. അതായത് വേറൊരാൾ പറഞ്ഞ കാര്യമാണ് ഇയാൾ പറയുന്നത്, അല്ലാതെ ഇയാൾ നേരിട്ടറിഞ്ഞ കാര്യമല്ല. വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെ എന്നെ വിളിച്ചു പറഞ്ഞു.
സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? ഇയാൾക്കൊരു നാണോ ഇല്ല ഇങ്ങനെ വന്നിരുന്നു പറയാനായിട്ട്. കാരണം അവരുടെ മോശമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇയാൾക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഇയാളുടെ ചാനലിൽ കൂടെ അത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ഇയാൾ അകത്ത് കിടക്കും. അങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നെങ്കിൽ ഇയാൾ പുറത്തു വിട്ടേനെന്ന്. കാരണം എങ്ങനെയെങ്കിലും ഇയാൾക്ക് റീച്ചും വ്യൂസും കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് പറയുന്നേ. ഇയാൾ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല ഇത്. ഇയാൾക്കെതിരെ രേണുസുതി കേസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, എനിക്കിതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.